പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം പ്രകാശമായി മാറണം, നാം പാർക്കുന്ന ഭവനം പ്രകാശിക്കണം എന്നുള്ളതാണ്. പ്രവചനങ്ങളിൽ വാക്യമുണ്ട്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. അന്ധകാരം കൊണ്ട് നിറഞ്ഞ ഈ ഭൂമിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട് പ്രകാശിക്കുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഇവിടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുക, വിളക്കു കത്തിച്ച് പറയുടെ കീഴിലല്ല വെക്കേണ്ടത്. നമുക്കറിയാം, ഒരു വിളക്ക് കത്തി ഒരു പറ കൊണ്ട് മൂടി വെച്ചാൽ ആ വിളക്ക് ആ പറയ്ക്കകത്ത് വെച്ച് തന്നെ കെട്ടുപോകും. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം, വിളക്ക് പറയുടെ കീഴിലല്ല വെക്കേണ്ടത്, അത് നിന്റെ ഭവനത്തില് ഒരു തണ്ടിന്റെ മുകളിൽ പൊക്കി വെക്കണം, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തേക്ക് ആ വിളക്ക് എടുത്തു വെക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, നീ എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണം. അപ്പൊ നമ്മുടെ വിളക്ക് കത്തിക്കേണ്ടത് ദൈവമാണ്. അന്യാഗ്നി ഒരിക്കലും കത്തിക്കാൻ പാടില്ല. ദൈവത്തിൽ നിന്നുള്ള തീ നമ്മളിൽ വന്ന് കത്തണം. ആ വിളക്ക് നിന്റെ വീടിന്റെ ഉയർന്ന പ്രതലത്തിൽ നീ ഉയർത്തി വെച്ചാൽ, വചനം പറയുക, ആ വീട് മുഴുവൻ പ്രകാശിക്കും. ചിലരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്റെ വീടിനെ മൂടിപ്പിടിക്കുന്ന അന്ധകാരങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ എന്തു ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, നിന്റെ വിളക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥാനം എവിടെയെന്ന് നീ സൂക്ഷ്മതയോടെ അന്വേഷിക്കണം. അത് പറയുടെ കീഴിലാണോ, പാത്രത്തിന്റെ കീഴിലാണോ, കട്ടിലിന്റെ കീഴിലാണോ? സുവിശേഷങ്ങളിൽ 3 ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, വിളക്ക് പറയുടെ കീഴിൽ വെക്കരുത്, പാത്രത്തിന്റെ കീഴിൽ വെക്കരുത്, കട്ടിലിന്റെ കീഴിൽ വെക്കരുത്. ഈ 3 സ്ഥലത്ത് നിന്റെ വിളക്ക് അമർന്നു പോയെങ്കിൽ ആ വിളക്ക് ആ സ്ഥാനത്തു നിന്ന് എടുത്തിട്ട് ഉയർന്ന തണ്ടിന്റെ മുകളിലേക്ക് പൊക്കി വെക്കണം. അപ്പോൾ നിന്റെ വീട് മുഴുവൻ പ്രകാശിക്കും. എന്താണ് ആത്മീക സന്ദേശം? നിന്റെ വീടിന്റെ അന്ധകാരം അഴിഞ്ഞു മാറി നിന്റെ വീട് പ്രകാശപൂരിതമാകത്തക്കവണ്ണം നിന്റെ വീടിനകത്തൊരു വിളക്ക് തലപൊക്കാൻ പോകുക, ഒരു വെളിച്ചം തലപൊക്കാൻ പോകുക. ഏതാണ് ആ വെളിച്ചം? യേശുക്രിസ്തു എന്ന വെളിച്ചമാണ്. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വീടുകൾ പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അന്ധകാരത്താൽ മൂടപ്പെട്ട ഭവനങ്ങളിൽ ഒരു വലിയ പ്രകാശം തന്ന് അതിനെ വീണ്ടും ശോഭിപ്പിക്കാവെന്ന് പറഞ്ഞ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിളക്കുകൾ ദിവസങ്ങളിൽ കത്തട്ടെ, അത് തണ്ടിന്മേൽ ഉയർത്തപ്പെടട്ടെ, ആ വീട് മുഴുവൻ പ്രകാശിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ വീട് ദേശത്ത് പ്രകാശിക്കാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.